ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം വൈകില്ലെന്ന് സൂചന നൽകി അമേരിക്ക. ഗാസയുടെ പുനർനിർമ്മാണം ഉടൻ നടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കടുത്ത നിലപാടുകൾക്കിടയിലും ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ടവുമായി മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ട്രംപ്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഇന്ന് വെളുപ്പിന് നടന്ന ചർച്ചയിൽ തന്റെ 20 ഗാസ സമാധാന പദ്ധതിയുടെ തുടർച്ചയ്ക്ക് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്തുണ തേടി. അവശേഷിച്ച ഒരു ബന്ദിയുടെ മൃതദേഹ കൈമാറ്റവും ഹമാസിന്റെ നിരായുധീകരണത്തിനുള്ള വ്യക്തമായ പദ്ധതിയുമില്ലാതെ രണ്ടാം ഘട്ടത്തിലേക്ക് എടുത്തു ചാടരുതെന്ന് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ ഉപദേശകനും മരുമകനുമായ ജറാദ് കുഷ്നർ എന്നിവരും ട്രംപിനൊപ്പം നെതന്യാഹുവുമായുള്ള ചർച്ചയിൽ സംബന്ധിച്ചു. അടുത്ത മാസം തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരണമെന്നാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന ഇസ്രായേൽ നിലപാടും ചർച്ചയിൽ ഇടം പിടിച്ചതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇടക്കാല സർക്കാർ അന്താരാഷ്ട്ര സേനാ വിന്യാസം, ഹമാസിന്റെ നിരായുധീകരണം, വിലക്കുകളില്ലാതെ ഗാസയിലേക്ക് സഹായം ഉറപ്പാക്കൽ എന്നീ വിഷയങ്ങളും ചർച്ചയായി. ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനുടൻ ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ട്രംപ് നെതന്യാഹുവും പരസ്പരം പുകഴ്ത്തി സംസാരിക്കാനും മറന്നില്ല. പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വെടിനിർത്തൽ രണ്ടാം ഘട്ടം തടസ്സപ്പെടുത്താനുള്ള ഇസ്രായേൽ നീക്കങ്ങൾക്ക് തിരിച്ചടിയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്രായേലിന്റെ ശക്തമായ എതിർപ്പിനിടയിലും ഗാസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ അമേരിക്ക ശക്തമായ നീക്കമാണ് നടത്തുന്നത്. ജനുവരിയിൽ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരുത്താൻ അമേരിക്ക തീരുമാനിച്ചതായി US ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗാസയിലെ ഇടക്കാല സർക്കാർ, അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങളും ട്രംപ് പ്രഖ്യാപിക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ സാധ്യത അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമാണ് ഇസ്രായേൽ തുടരുന്നതെന്ന് മധ്യസ്ഥ രാജ്യമായ ഈജിപ്ത് കുറ്റപ്പെടുത്തിയിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്ന ഇസ്രായേൽ നീക്കം ഇതിന്റെ തുടർച്ചയാണെന്നും ഈജിപ്ത് ചൂണ്ടിക്കാട്ടി. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ഇന്നലെയും ആക്രമണം നടത്തി. ഗാസയിലെ സ്ഥിതി കൂടുതൽ ആപൽക്കരമാണെന്ന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ അറിയിച്ചു. മരുന്നും ഉപകരണങ്ങളും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഗാസയിലെ ആശുപത്രികൾക്ക് കടുത്ത ഇന്ധനക്ഷാമവും ഇരുട്ടടിയായി. ഇന്ധനക്ഷാമം മൂലം നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന അൽ-ഔദ ആശുപത്രി എല്ലാ ശസ്ത്രക്രിയകളും നിർത്തിവച്ചിരുന്നു. റോഡരികിൽ നമസ്കരിക്കുകയായിരുന്ന പലസ്തീൻ യുവാവിന് മേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലി കുടിയേറ്റക്കാരനായ റിസർവ് സൈനികർ വാഹനം ഇടിച്ചു കയറ്റിയത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. അതിനിടെ തുടർച്ചയായ രണ്ടാം വർഷവും ഗ്ലോബൽ ബ്രാൻഡിംഗ് ഇൻഡെക്സിൽ അവസാന സ്ഥാനത്തേക്ക് ഇസ്രായേൽ പിന്തള്ളപ്പെട്ടു. അതിനിടെ സായുധ വിഭാഗം വക്താവ് അബു ഉബൈദ, ഗാസയിൽ നേതാവായിരുന്ന മുഹമ്മദ് സിൻവാർ എന്നിവർ ഈ വർഷം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഹമാസ് മിലിറ്ററി വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് ആണ് വീഡിയോ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. പുതിയ വക്താവിനെ നിയമിച്ചതായി ഹമാസ് വ്യക്തമാക്കി. ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ നടന്ന ഗാസ നരനായാട്ടിൽ ഹമാസിന്റെ മാധ്യമ നയം ആവിഷ്കരിച്ച വ്യക്തി കൂടിയാണ് അബു ഉബൈദ. ഓഗസ്റ്റ് 31 ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അബു ഉബൈദയുടെ ശരിയായ പേര് ഹുദൈഫ ജാമിർ അബ്ദുള്ള അൽ ഖഹ്ലൂത്ത് എന്നാണ്. യഥാർത്ഥ പേര്, വിവരവും ചിത്രവും ഇപ്പോഴാണ് സംഘടന പുറത്തുവിടുന്നത്. ഹമാസിന്റെ റഫ മേധാവിയായിരുന്ന മുഹമ്മദ് ഷബാന ഉൾപ്പെടെ മറ്റ് 2 മുതിർന്ന നേതാക്കളുടെ മരണവും ഖസാം ബ്രിഗേഡ് സ്ഥിരീകരിച്ചു. ഗാസയിൽ സമാധാനത്തിന് ഹമാസ് ആയുധം വെടിയണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഗാസ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടം എത്രയും വേഗം ആരംഭിക്കണമെന്നും എന്നാൽ അതിനു മുന്നോടിയായി ഹമാസ് ആയുധം വെടിയണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഹമാസിന്റെ നിരായുധീകരണം, ഗാസ പുനർനിർമ്മാണം ആരംഭിക്കൽ, ഗാസയിൽ യുദ്ധാനന്തര ഭരണം സ്ഥാപിക്കൽ എന്നിവയിലാണ് സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗാസയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്ലോറിഡയിലെ ട്രംപിന്റെ മാർ-എ-ലോഗ റിസോർട്ടിലായിരുന്നു കൂടിക്കാഴ്ച. ഗാസ സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് നിർണായക കൂടിക്കാഴ്ച നടന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.